സ്പീക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഭർതൃഹരി മഹ്താബ് പ്രോടൈം സ്പീക്കറായി സത്യവാചകം ചൊല്ലുകയാണ്. അദ്ദേഹമാണ് ഇനി സഭാ നടപടികൾ പുതിയ സ്പീക്കർ ചുമതലയിൽ എടുക്കുന്നതുവരെ അദ്ദേഹമായിരിക്കും സഭാ നടപടികൾ നിയന്ത്രിക്കുക. രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ് പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മഹ്താബ് സത്യവാചകം ചൊല്ലി ചുമതല ഏറ്റെടുത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ ഏറെ വിവാദമുണ്ടായതാണ് പ്രോടൈം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം മലയാളിയായ മാവേലിക്കരയിൽ നിന്നുള്ള ലോക്സഭാംഗം കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് നൽകാതെ മറിച്ച് ഭർതൃഹരി മഹ്താബിന് ഈ ചുമതല നൽകിയതിനെതിരെ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയതാണ്. ഇന്നും സഭയിൽ ആദ്യ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട നീക്കമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മഹ്താബ് ചുമതലയേറ്റത്. माननीय राष्ट्रपति महोदय, आपकी अनुमति हो तो समारोह का समापन किया जाए। പ്രോടൈം സ്പീക്കർ ചുമതലയേറ്റെടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മഹ്താബ് ചുമതലയേറ്റെടുത്തിരിക്കുന്നു. ഇനി ലോക്സഭയിലെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുക അദ്ദേഹമായിരിക്കും പുതിയ സ്പീക്കർ ചുമതലയേറ്റെടുക്കുന്നത് വരെ. അതാണ് അവിടുന്നുള്ള സാഹചര്യം. എന്തായാലും നമുക്ക് ലോക്സഭയുടെ കാഴ്ചകളിലേക്ക് വരാം. 11 മണിക്കാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുക. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് വരുന്ന ഇന്നും നാളെയുമായി നടക്കുന്ന പ്രധാനപ്പെട്ട സഭയിലെ നടപടിക്രമങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മന്ത്രിമാർ, പിന്നീട് മറ്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 2 ദിവസം കൊണ്ടേ പൂർത്തിയാവുകയുള്ളൂ. ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്ക് വീണ്ടും സംസ്ഥാന നിയമസഭ